ഹലോ ഫ്രണ്ട്സ്, ഹെൽത്ത് ആൻഡ് സൊസൈറ്റി എന്ന പുസ്തകത്തിലെ ആദ്യത്തെ യൂണിറ്റാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത് എന്നുള്ളതാണ് നമ്മുടെ യൂണിറ്റിൻ്റെ പേര്. അപ്പോൾ ഇതിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഹെൽത്തിൻ്റെ ഡെഫിനിഷൻ, അതിൻ്റെ മീനിങ്, അതുപോലെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അതിൻ്റെ റോളിനെ കുറിച്ച്, അതുപോലെ ഹെൽത്ത് ആൻഡ് വെൽബീയിങ്ങുമായി ബന്ധപ്പെട്ട ഡിഫറൻസ്, പിന്നെ ഹെൽത്തുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത ഡൈമെൻഷൻ, അതുപോലെ റൈറ്റ് ടു ഹെൽത്ത്, അതുപോലെ ഹെൽത്തിൻ്റെ നമുക്കുള്ള റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, അതുപോലെ ഹെൽത്ത് കെയർ, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ യൂണിറ്റിൽ കവർ ചെയ്യുക. അതിലാദ്യമായിട്ട് ഹെൽത്തിൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൻ്റെ അവിഭാജ്യമായ ഒരു ഘടകമാണ് ഈ ഹെൽത്ത് എന്നുള്ളത്. അപ്പോൾ അതിൽ നമ്മുടെ ഗവൺമെൻറ്, അതുപോലെ മറ്റു സന്നദ്ധ സംഘടനകൾ, മറ്റു രാഷ്ട്ര അന്താരാഷ്ട്ര തലത്തിലുള്ള ഓർഗനൈസേഷൻസ് ഒക്കെ ഹെൽത്ത്, നമ്മുടെ മെഡിക്കൽ മേഖലയിൽ ഒരുപാട് ഫണ്ടുകൾ അവർ ചിലവഴിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ കൃത്യമായി ആളുകൾക്ക് ആരോഗ്യം നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പലപ്പോഴും നമ്മൾ കൃത്യമായി ഈ ഹെൽത്തിൽ പ്രശ്നം വന്നു കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ നമ്മുടെ കാലത്തിന് COVID-19 സമയത്തൊക്കെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ എക്കോണമിയെ പോലും ബാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഹെൽത്തും മെഡിസിനും വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നമ്മുടെ സാമൂഹികമായും മറ്റെല്ലാ മേഖലകളെയും ബാധിക്കുന്ന ഒരു കാര്യമാണ് ഹെൽത്ത് എന്നുള്ളത്. അപ്പോൾ WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ഹെൽത്തിന് കൊടുക്കുന്ന ഒരു ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് പരിപൂർണമായ ഫിസിക്കലായ, മാനസികമായ, സാമൂഹികമായ കൃത്യമായ ഒരു വെൽബീയിങ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ. അല്ലാതെ നമുക്ക് അബ്സെൻസ് ഓഫ് ഡിസീസ്, രോഗം ഇല്ലാതിരിക്കുക എന്നുള്ളത് മാത്രമല്ല നമുക്ക് ഹെൽത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഈ പരിപൂർണമായിട്ട് ഫിസിക്കൽ, മെൻ്റൽ, സോഷ്യൽ വെൽബീയിങ് ഉണ്ടാവൽ കൂടിയാണ് അതാണ് ഹെൽത്ത് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മെൻ്റൽ വെൽബീയിങ് കൂടി നമ്മുടെ ഈ ഹെൽത്തിൽ ഉൾപ്പെടുന്നൊരു കാര്യമാണ്. മെൻ്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ഒക്കെ ഹെൽത്തിൽ ഉൾക്കൊള്ളും എന്നുള്ളതാണ്. അതായത് നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള നമ്മുടെ രോഗങ്ങളില്ലാതിരിക്കുന്നതോട് കൂടി തന്നെ മറ്റു മെൻ്റൽ വെൽബീയിങ്ങും സോഷ്യൽ വെൽബീയിങ്ങും ഉണ്ടാവൽ കൂടി ഹെൽത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈ സോഷ്യൽ വെൽബീയിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് പബ്ലിക് ഹെൽത്ത് സർവീസുമായി ബന്ധപ്പെട്ട് കൃത്യമായ ആക്സസ് ഉണ്ടാവുക, അതുപോലെ കൃത്യമായ ജീവിതശൈലി കാര്യങ്ങളൊക്കെ പിന്തുടരാൻ സാധിക്കുക എന്നുള്ളതാണ് സോഷ്യൽ വെൽബീയിങ്. മെൻ്റൽ വെൽബീയിങ് എന്ന് പറഞ്ഞാൽ കൃത്യമായി ഒരു ആൾക്ക് മറ്റുള്ളവരുമായി കൃത്യമായി ഒരുമിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുക, സമൂഹത്തിൽ കൃത്യമായി തൻ്റെ ലക്ഷ്യങ്ങളൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ സാധിക്കുക എന്നുള്ളതാണ് മെൻ്റൽ വെൽബീയിങ് എന്ന് പറഞ്ഞാൽ. അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട സംഭവമാണ് ഈ ഹെൽത്ത് എന്നുള്ളത്. 1948 വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ രൂപീകരിക്കപ്പെടുന്നത്. സ്വിറ്റ്സർലാൻഡിലെ ജനീവയിലാണ് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. അപ്പോൾ ഈ WHO ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ രാജ്യങ്ങൾക്കിടയിൽ കൃത്യമായി ഹെൽത്തുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ കൊടുക്കുക, മറ്റു അതിൻ്റെ പബ്ലിക് സർവീസുകളൊക്കെ നിലനിർത്തുക എന്നുള്ളതാണ് WHO ഡ്യൂട്ടി. അതുപോലെ വലിയ പാൻഡമിക്സ്, നമ്മൾ COVID-19 ഉണ്ടായി. അപ്പോൾ അതൊക്കെ കൃത്യമായി അതിന് വേണ്ട മരുന്നുകളും വാക്സിൻസും ഇതൊക്കെ മുന്നോട്ട് കൊടുക്കുന്നതിൻ്റെ പ്രധാന കേന്ദ്രം എന്നുള്ളത് ഈ WHO എന്നാണ്. അതുപോലെ എബോള എപ്പിഡമിക് 2013-16 കാലഘട്ടത്തിനിടയിൽ ആഫ്രിക്കയിൽ വളരെ വ്യാപകമായിട്ട് എബോള ഉണ്ടായിരുന്നു. അപ്പോൾ അതും അവർ കൃത്യമായി അതിനെ നേരിട്ട് WHO കീഴിൽ ആ കാര്യങ്ങൾ കൃത്യമായി നിർവഹിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ എബോള ഉഗാണ്ടയിലും കോങ്കോയിലൊക്കെ നിലവിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ കൃത്യമായ ഇടപെടലുകൾ നടത്തുന്ന ഒരു ഓർഗനൈസേഷനാണ് ലോക ആരോഗ്യ സംഘടന WHO എന്നുള്ളത്. അപ്പോൾ ഇതിൽ ഉൾക്കൊള്ളുന്ന ടീം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡോക്ടർമാർ, ശാസ്ത്രജ്ഞന്മാർ, മെഡിക്കൽ സ്റ്റാഫുകൾ, റിസർച്ചേഴ്സ്, ഇതൊക്കെ ഉൾക്കൊണ്ട ഒരു വലിയ ടീമാണ് WHO എന്നുള്ളത്. നമ്മുടെ ഇന്ത്യയുടെ ഒരു പാരമ്പര്യം പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ ഒരുപാട് നല്ല ലിറ്ററേച്ചറുകൾ മെഡിക്കൽ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ 5000 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ അഥർവേദ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതുപോലെ സുശ്രുത എന്ന് പറയുന്നത് 800 BC ജീവിച്ചിരുന്നൊരു ഇന്ത്യൻ ഫിസിഷ്യനാണ്, വൈദ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട സംഭാവനയാണ് സുശ്രുത സംഹിത എന്നുള്ളത്. അതുപോലെ ഇതുപോലെയുള്ള ചർക്ക, അവരും ഒരുപാട് മുമ്പ് ജീവിച്ചിരുന്ന ഒരു വൈദ്യനാണ്. അപ്പോൾ അവർ മുന്നോട്ട് വെച്ച ഒരു വർക്കാണ് ചർക്ക സംഹിത എന്നുള്ളത്. അപ്പോൾ അതിനെയാണ് പിന്നീട് ആയുർവേദ മേഖലയിലേക്കൊക്കെ കൂടുതൽ സ്വാധീനം കിട്ടിയത് അവരുടെ ഈ ഒരു കോൺട്രിബ്യൂഷനിൽ നിന്നാണ്. അപ്പോൾ അങ്ങനെ ഇന്ത്യയിൽ ഏൻഷ്യൻ്റ് ടൈമിൽ തന്നെ, വളരെ പുരാതന കാലഘട്ടത്തിൽ തന്നെ മെഡിക്കലുമായി ബന്ധപ്പെട്ട് ഒരുപാട് വർക്കുകൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ യോഗ, അതൊക്കെ ഇന്ത്യയിൽ ഒറിജിനേറ്റ് ചെയ്ത കാര്യങ്ങളാണ് യോഗ എന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഇന്ത്യയിൽ ഇന്ത്യയിൽ വളരെ പ്രധാനപ്പെട്ട ആളുകൾ പിന്തുടരുന്ന ഒരു ഹൈജീൻ, അതായത് കൃത്യമായ ശുചിത്വം എല്ലാ മേഖലയിലും പാലിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ WHO ഈ പറഞ്ഞ ഈ ഒരു സ്റ്റാൻഡേർഡ് ലിവിങ് ഇന്ത്യയിലെ ജനങ്ങൾ കൃത്യമായി പിന്തുടരുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ പറയാൻ ശ്രമിക്കുന്നത്. അതായത് നമ്മൾ ഇന്നുള്ള ആ ഒരു WHO മുന്നോട്ട് വെച്ച ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ മീനിങ് ഓഫ് ഹെൽത്ത് ചെയ്യുന്നുണ്ട് നമ്മളെ ഇന്ത്യൻ സിസ്റ്റത്തിൽ, ഇന്ത്യയിൽ കൃത്യമായി പിന്തുടരുന്നുണ്ട് എന്നുള്ളതാണ്.
അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു ഡെഫിനിഷനാണ് ഹെൽത്തുമായി ബന്ധപ്പെട്ടത്. മറ്റൊരു ഡെഫിനിഷൻ പറയുന്നത് സ്ട്രക്ചറൽ, ഫങ്ഷണൽ ആൻഡ് ഇമോഷണൽ സ്റ്റേറ്റ് ദാറ്റ് ഈസ് കോമ്പറ്റബിൾ വിത്ത് ദ എഫക്റ്റീവ് ലൈഫ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ആൻഡ് ദ മെമ്പർ ഓഫ് സൊസൈറ്റി. കൃത്യമായി നമ്മുടെ ജീവിതത്തിൻ്റെ സ്ട്രക്ചറൽ, ഫങ്ഷണൽ ഈ കാര്യങ്ങളൊക്കെ നമ്മളൊരു വ്യക്തി എന്നുള്ള നിലക്കും അതുപോലെ സമൂഹത്തിലെ അംഗം എന്നുള്ള നിലക്കും നമ്മൾ കൃത്യമായി എല്ലാ മേഖലയിലും ഇടപഴകുന്ന രീതിയിലുള്ള നമുക്ക് കൃത്യമായ ഒരു അവസ്ഥ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഹെൽത്ത്. അതുപോലെ തന്നെ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഹെൽത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന് അബ്സെൻസ് ഓഫ് ഡിസീസാണ്, നമുക്ക് രോഗമില്ലാതിരിക്കുക. മറ്റൊന്ന് ഒരു വ്യക്തിക്ക് കൃത്യമായി സമൂഹത്തിൽ തൻ്റെ റോള് അനുസരിച്ച് കൃത്യമായി പ്രവർത്തിക്കാൻ സാധിക്കുക. അതുപോലെ ഈ വ്യക്തിക്കും സമൂഹത്തിൻ്റെ ഇടയിലുള്ള കൃത്യമായ ബാലൻസ്, ഫിസിക്കൽ എൻവയോൺമെൻറ്റ് ഇതൊക്കെ ഉൾക്കൊണ്ട ഒന്നാണ് ഈ നമ്മുടെ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിന് വിശദമായിട്ട് തന്നെ ഡെഫിനേഷൻസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് എല്ലാ മേഖലയും ഈ ഹെൽത്തിൽ ഉൾക്കൊള്ളും എന്നുള്ളതാണ്. നമ്മുടെ സാമൂഹികമായ സോഷ്യൽ ലൈഫിലുള്ള എല്ലാ മേഖലയും ഈ ഹെൽത്തിൻ്റെ കീഴിൽ വരും. അപ്പം അതുപോലെ തന്നെ നമുക്ക് രോഗം ഉണ്ടെങ്കിൽ നമ്മൾ അടുത്ത് പറയുന്ന ഒന്നാണ് സോഷ്യൽ ആസ്പെക്റ്റ് ഓഫ് എ ഡിസീസ്. നമുക്കൊരാൾക്ക് ഡിസീസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ കൃത്യമായി നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പല കാര്യങ്ങളും നമ്മൾ വിട്ടു നിൽക്കണം. കാരണം നമ്മളിൽ നിന്ന് മറ്റുള്ളവർക്ക് ആ രോഗം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് കൃത്യമായി നമ്മൾ അകലം പാലിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളത് കൂടി നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതായത് ഡിസീസ് ഉള്ള ആളെ എന്ത് ചെയ്യണം, ഒരു കൃത്യമായി നല്ല ഹെൽത്തിലേക്ക് മടങ്ങി വരാൻ വേണ്ടിയിട്ട് കൃത്യമായ ട്രീറ്റ്മെൻറ്റ് സ്വീകരിച്ച് അതിന് വേണ്ട പ്രിക്കോഷൻസും മറ്റു കാര്യങ്ങളൊക്കെ സ്വീകരിക്കണം, മെഡിസിൻസൊക്കെ സ്വീകരിക്കണം എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഇതിൻ്റെ കീഴിൽ ഹെൽത്തിൻ്റെ ഡെഫിനിഷൻ്റെ കീഴിലൂടെ സൂചിപ്പിക്കുന്നുണ്ട്. ഇനി അടുത്തൊന്നാണ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ്. അപ്പോൾ അതിൽ പറയുന്നത് നമ്മൾ പലപ്പോഴും ഹെൽത്തിനെയും വെൽബീയിങ്ങിനെയും ഒരുപോലെ ഉപയോഗിക്കാറുണ്ട്, ഒരു അർത്ഥത്തിന് ഉപയോഗിക്കാറുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ വെൽബീയിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ്, ലെവൽ ഓഫ് ലിവിങ്, ക്വാളിറ്റി ഓഫ് ലൈഫ് ഇതൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു മിക്സ്ഡ് ആയിട്ടുള്ള സാധനമാണ് ഈ നമ്മുടെ ഈ വെൽബീയിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ എന്താണ് സമൂഹത്തിൽ നമ്മൾ ഹാപ്പിയായി മുന്നോട്ട് പോകാൻ സാധിക്കുക എന്നുള്ള ഒരു ഡെഫിനിഷനാണ് നമുക്ക് ഈ ഒരു വെൽബീയിങ്ങിന് കൊടുക്കാൻ സാധിക്കുക. അപ്പോൾ അതുപോലെ ഇനി അടുത്തൊന്നാണ് ഹെൽത്ത് ആൻഡ് വെൽനെസ്. അപ്പോൾ ഹെൽത്ത് ആൻഡ് വെൽനെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ഏകദേശം. അതായത് നമുക്ക് നമ്മുടെ കൃത്യമായി കാര്യങ്ങളെക്കുറിച്ചൊരു ബോധ്യം ഉണ്ടാവുക, നമുക്ക് കൃത്യമായി നമ്മുടെ ജീവിതത്തിൻ്റെ സക്സസ്സിന് വേണ്ടിയിട്ടുള്ള ചോയ്സുകൾ എടുക്കാൻ സാധിക്കുന്ന ഒരവസ്ഥ, ഇതൊക്കെ ഉൾക്കൊള്ളുന്ന ഒന്നാണ് നമ്മുടെ വെൽനെസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഡൈമെൻഷൻസ് ഓഫ് ഹെൽത്ത്, നമ്മൾ പറഞ്ഞതുപോലെ ഒരു ഏകദേശം 6ഓളം തലങ്ങൾ ഹെൽത്തുമായി ബന്ധപ്പെട്ടുണ്ട്. നമ്മൾ പലപ്പോഴും ഫിസിക്കൽ ഹെൽത്ത് മാത്രമാണെന്ന് മനസ്സിലാക്കും, എന്നാൽ അതതിൻ്റെ ഒരു ഭാഗമാണ്. അതല്ലാത്ത മറ്റൊരുപാട് ഡൈമെൻഷൻസ് ഹെൽത്തിനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം പരിചയപ്പെടുത്തുന്നത് ഫിസിക്കൽ ഡൈമെൻഷൻസ്. അതായത് ഫിസിക്കൽ ഡൈമെൻഷൻ ഓഫ് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് നോർമലി നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഓർഗാൻസിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ കൃത്യമായി നമ്മുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായി നടന്നു പോകുക എന്നുള്ളതാണ്. അപ്പോൾ അതിനൊന്നും പ്രശ്നങ്ങളില്ലാത്തൊരു സാഹചര്യത്തിനാണ് നമ്മുടെ ഫിസിക്കൽ ഡൈമെൻഷൻ ഓഫ് ഹെൽത്ത് നമുക്ക് ഉണ്ടെന്ന് പറയാൻ സാധിക്കുക. അപ്പോൾ അതിൽ നമ്മൾ ഈ ഫിസിക്കൽ ഹെൽത്ത് ചെക്ക് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മെഡിക്കൽ ടെസ്റ്റുകൾ നടത്തുക, അല്ലെങ്കിൽ ഫിറ്റ്നസ് ടെസ്റ്റുകൾ നടത്തുക, മറ്റു കാര്യങ്ങളിലൂടെയൊക്കെ ടെസ്റ്റുകളിലൂടെയൊക്കെ നമുക്ക് നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെ ചെക്ക് ചെയ്യാൻ സാധിക്കും. ഇനി മറ്റൊന്നാണ് രണ്ടാമത്തെ ഡൈമെൻഷനാണ് മെൻ്റൽ ഡൈമെൻഷൻ ഓഫ് ഹെൽത്ത്. അപ്പോൾ ഇതിൽ ഉൾക്കൊള്ളുന്നത് എന്താ വെച്ചാൽ പ്രധാനമായിട്ടും ഈ അടുത്ത 20-ാം നൂറ്റാണ്ടുകളിൽ, അതായത് വെസ്റ്റേൺ പഠനങ്ങളിൽ നിന്നാണ് ഇത് രൂപപ്പെട്ടു വന്നത്. അതായത് നമുക്ക് ഫിസിക്കൽ ഹെൽത്തും മെൻ്റൽ ഹെൽത്തും വളരെ പ്രധാനപ്പെട്ട് കണക്ട് ചെയ്തൊരു സാധനമാണ്. അപ്പോൾ നമ്മുടെ മെൻ്റൽ കണ്ടീഷൻസിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ മെൻ്റലി ഫിറ്റായാൽ കൂടി നമുക്ക് ഫിറ്റായാൽ മാത്രമാണ്, അതുകൂടി ഉണ്ടാകുമ്പോഴാണ് നമുക്ക് പൂർണ്ണമായിട്ടും ഹെൽത്ത് ഉണ്ടാകുമെന്ന് പറയാൻ സാധിക്കുക. അപ്പോൾ ഒരു മെൻ്റലി ഹെൽത്തായ ആളുകൾക്ക് ഉണ്ടാകുന്ന പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് മറ്റുള്ളവരുമായിട്ട് ഇടപഴകാനുള്ളൊരു കൃത്യമായ റിലേഷൻഷിപ്പ് ഉണ്ടാവും. അതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പെട്ടെന്ന് പരിഹരിക്കാനുള്ളൊരു മെൻറ്റാലിറ്റി ഉണ്ടാവും. അതുപോലെ നമ്മുടെ ലക്ഷ്യങ്ങളെക്കുറിച്ചും ഫ്യൂച്ചർ ലൈഫിനെക്കുറിച്ചും കൃത്യമായ ഗോൾ ഉണ്ടാവും. ഇങ്ങനെയുള്ള അതുപോലെ നമുക്ക് സ്വന്തത്തെക്കുറിച്ചൊരു അഭിമാനം, ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് മെൻ്റൽ ഹെൽത്ത് ഉണ്ടെന്ന് പറയാൻ സാധിക്കുക. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട സയൻറ്റിഫിക്കായിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് നമുക്ക് കൗൺസിലിംഗ് ചെയ്യുക, തെറാപ്പി സെഷൻസ്, അതുപോലെ മ്യൂസിക് തെറാപ്പി, ഇതൊക്കെ ഈ ഒരു മെൻ്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. ഇനി സോഷ്യൽ ഡൈമെൻഷൻ ഓഫ് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റിയിൽ നമുക്ക് കൃത്യമായി എന്താണ് ഓരോ വ്യക്തിക്കും തൻ്റെ കൃത്യമായി ഇടപെടാൻ സാധിക്കുന്നൊരവസ്ഥ, നമുക്ക് കൃത്യമായി നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻ സമൂഹത്തിൽ നൽകാൻ സാധിക്കുന്ന ആ ഒരു അവസ്ഥ നമുക്ക് അപ്പോഴാണ് ഒരു സോഷ്യലായിട്ട് ഹെൽത്ത് ഉണ്ടെന്ന് പറയാൻ സാധിക്കുക. അപ്പോൾ നമ്മൾ കൃത്യമായി നമ്മുടെ എന്താണ് ചൈൽഡ്ഹുഡ് മുതലുള്ള നമ്മുടെ ട്രെയിനിങ്ങിലൂടെ, അതായത് ഇപ്പോൾ ഈ ഒരു സോഷ്യൽ ഹെൽത്ത് കിട്ടാനുള്ള അതെങ്ങനെയാണ് നമുക്ക് മറ്റുള്ളവരിലേക്ക് സോഷ്യൽ ഹെൽത്ത് ഉണ്ടാക്കാനുള്ള മറ്റു വഴികളാണ് ഈ പറയുന്നത്. ഒരുപാട് ആക്ടിവിറ്റീസിലൂടെ, ഇപ്പോൾ ചെറുപ്പത്തിലെ കുട്ടികൾക്ക് കൊടുക്കുന്ന ആക്ടിവിറ്റീസിലൂടെ എന്താണ് നമ്മുടെ സമൂഹത്തിലുള്ള റോൾ എന്ന് മനസ്സിലാക്കി കൊടുക്കുക. ഇപ്പോൾ ജപ്പാനിലൊക്കെ അങ്ങനത്തെ ഒരുപാട് ആക്ടിവിറ്റീസ് കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് തന്നെ കൊടുക്കുന്നുണ്ട്. അതായത് എന്താണ് നമ്മുടെ ഒരു ഡ്യൂട്ടി, നമ്മുടെ ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ സമൂഹത്തിലെ മെമ്പർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ,
അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഒരു ബോധം ഉണ്ടാവുക എന്നുള്ളതാണ് ഈ ഒരു സോഷ്യൽ ഹെൽത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത സ്പിരിച്വൽ ഡൈമെൻഷൻ ഓഫ് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് നമ്മളെന്ത് ചെയ്യുക, സ്പിരിച്വൽ നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥങ്ങൾ കൃത്യമായി മനസ്സിലാക്കി കൃത്യമായ ഒരു ശരിയായ ദിശയിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അതുപോലെ മറ്റുള്ള ലോകത്തുള്ള മറ്റു കാര്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായൊരു ബോധ്യം, ഒരു വേൾഡ് വ്യൂ, നമുക്കൊരു വിവരം ഉണ്ടായിരിക്കുക. അതുപോലെ മറ്റുള്ളവരുടെ വിശ്വാസങ്ങൾ കൃത്യമായി ഉൾക്കൊള്ളാൻ സാധിക്കുക. അതങ്ങനെയുള്ള മറ്റുള്ളവരെ കൂടി ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ അവരുടെ വിശ്വാസങ്ങൾ കൂടി മനസ്സിലാക്കാനും അവരെ കുറിച്ച് ബോധമൊക്കെ ഉള്ള ഒരു അവസ്ഥക്കാണ് ഈ സ്പിരിച്വൽ ഡൈമെൻഷൻസ് എന്ന് പറയാം. അപ്പോൾ നമ്മളൊരു ഉദാഹരണം ഇവിടെ കൊടുക്കുന്നത് 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ഈ അമേരിക്കയിലുണ്ടായ ഒരു മാറ്റം. അതായത് അവർ പല ആളുകളും എന്ത് ചെയ്തു, അവിടെയുള്ള പല ഹെൽത്ത് കെയറിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ പല ചികിത്സാ രീതികളിൽ നിന്നും നിരാശരായിട്ട് അവരെന്ത് ചെയ്തു, ഒരുപാട് യുവാക്കൾ എന്ത് ചെയ്തു, ഈസ്റ്റിലുള്ള സ്പിരിച്വൽ നമ്മളിവിടെയൊക്കെയുള്ള ഈ യോഗ സിസ്റ്റംസൊക്കെ അവർ അവിടെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. കാരണം അവർക്ക് അതിൽ കൂടുതൽ ആശ്വാസം കണ്ടെത്താൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പം അങ്ങനെ യോഗ മറ്റു കാര്യങ്ങളിലൂടെയൊക്കെ ഈ ഒരു സ്പിരിച്വൽ ഹെൽത്ത് നമുക്ക് കിട്ടും. അതുപോലെ മറ്റൊന്നാണ് ഈ മെസോ അമേരിക്ക, അതായത് അവിടെയൊക്കെ ഉണ്ടായിരുന്നൊരു പ്രത്യേകമായൊരു പാനീയം ഉസ്ക എന്നാണ് പറയുക. അപ്പോൾ അതിൽ ഒരുപാട് പ്രകൃതിയുടെ സസ്യങ്ങളും മറ്റൊക്കെ കൂട്ടിച്ചേർത്തിട്ടുണ്ടാകുന്ന ഒരു പാനീയമാണ്. അപ്പോൾ അതിലൂടെയും അവർക്കൊരു സ്പിരിച്വൽ ആയിട്ടുള്ള ഹെൽത്ത് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് സ്പിരിച്വൽ ഡൈമെൻഷൻസ് കൂടി ഹെൽത്തിനുണ്ട്. ഈ ഇമോഷണൽ ഡൈമെൻഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫീലിങ്ങുകളെ കുറിച്ചുള്ള കൃത്യമായൊരു അറിവുണ്ടാവുക, നമ്മുടെ ഫീലിങ്ങുകളെ കുറിച്ച് നമ്മൾ കൃത്യമായൊരു അവെയർനെസ് നമുക്ക് ഉണ്ടാവുക. അതുപോലെ ഒരാൾക്കിപ്പോൾ സ്പിരിച്വൽ അല്ലെങ്കിൽ ഇമോഷണൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അയാൾക്ക് ഹെൽത്ത് അല്ല എന്നുള്ളതിൻ്റെ സൂചനയാണ്. അപ്പോൾ ഈ ഒരു ഇമോഷണൽ ഹെൽത്ത് ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ എന്താ വെച്ചാൽ കൃത്യമായി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ ബോണ്ട് അല്ലെങ്കിൽ നല്ല നമ്മളെ കൃത്യമായ ബിഹേവിയറിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഇനി 6ാമത്തെ ഒരു ഡൈമെൻഷനാണ് വൊക്കേഷണൽ ഡൈമെൻഷൻ. അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് കൃത്യമായ കരിയർ, ജോബ് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്കൊരു വൊക്കേഷണൽ ഹെൽത്ത് ഉണ്ടാവുക. അതായത് നമ്മളൊരു തൊഴിലധിഷ്ഠിതമായ നമ്മുടെ ഒരു ആരോഗ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്. അപ്പോൾ പലപ്പോഴും റിട്ടയർ ആയ പല ആളുകൾക്കും പലപ്പോഴും പല ഹെൽത്തിൽ പ്രശ്നങ്ങൾ വരാറുണ്ട്. കാരണം എന്താ വെച്ചാൽ അവർക്ക് കൃത്യമായ പർപ്പസ് ഇല്ല, അല്ലെങ്കിൽ ഇനി മുന്നോട്ടൊരു കരിയർ ഇല്ല എന്നുള്ളത് കൊണ്ട് പലപ്പോഴും പല പ്രശ്നങ്ങൾ അവർ നേരിടാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വൊക്കേഷണൽ ഹെൽത്തിനെ മനസ്സിലാക്കാൻ വേണ്ടി അമേരിക്കൻ സോഷ്യോളജിസ്റ്റായ അബ്രഹാം മസ്ലോ മുന്നോട്ട് വെച്ചൊരു തിയറി ഉണ്ട്, മസ്ലോസ് തിയറി ഓഫ് മോട്ടിവേഷൻ എന്നാണ് അറിയപ്പെടുക. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ 2 കാര്യങ്ങൾ, ഡെഫിഷ്യൻസി നേഴ്സും ഗ്രോത്ത് നേഴ്സും. അതായത് നമുക്ക് ഫിസിക്കൽ ഹെൽത്ത് വേണം, സൈക്കോളജിക്കലായ മറ്റു ഹെൽത്തുകൾ വേണം, അതോടൊപ്പം നമുക്ക് എന്ത് ചെയ്യണം, മുന്നോട്ട് പോകാനുള്ള കരിയർ, ജോബ് ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു കാര്യമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അതിൻ്റെ ഒരു കൃത്യമായ ഇല്ലുസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ഈ പറഞ്ഞതുപോലെ സൈക്കോളജിക്കൽ, സേഫ്റ്റി, ലവ്, സെൽഫ് ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമുക്ക് ഈ ഒരു വൊക്കേഷണൽ ഹെൽത്ത് ഉണ്ടാവുക എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു, 6ഓളം ഡൈമെൻഷൻസ് പറഞ്ഞു. ഇതിൽ മറ്റൊരു ഡൈമെൻഷനാണ് ഇൻ്റലക്ച്വൽ ഡൈമെൻഷൻസ്. അതായത് നമ്മൾ കൃത്യമായി പുസ്തകങ്ങൾ വായിച്ച് അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു അറിവുകളാണ് ഇൻ്റലക്ച്വൽ ഡൈമെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇതുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായി നമ്മുടെ സ്കില്ല് മനസ്സിലാക്കാനും നമ്മുടെ ക്രിയേറ്റിവിറ്റി വളർത്താനൊക്കെ സാധിക്കും എന്നുള്ളതാണ്. ഇനി ഇതല്ലാത്ത മറ്റു ഡൈമെൻഷൻസ് പറയാണ്. ഒന്നാമത്താണ് എൻവിറോൺമെൻറ്റൽ ഡൈമെൻഷൻസ് ഓഫ് ഹെൽത്ത്. അതായത് പ്രകൃതിയിലുണ്ടാകുന്ന പല കാര്യങ്ങളും നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കും. ഇപ്പോൾ ഗ്ലോബൽ വാർമിംഗ്, ക്ലൈമറ്റ് ചേഞ്ചസ് ഒക്കെ, പൊല്യൂഷൻസൊക്കെ നമ്മൾ പല രോഗങ്ങൾക്കും കാരണമാകും എന്നുള്ളതാണ്. ഇപ്പോൾ മധ്യപ്രദേശിലുണ്ടായ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി, അപ്പോൾ അതിൽ പിന്നെയും നൂറ്റാണ്ടുകളോളം ഒരുപാട് പിന്നെയും വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരുപാട് ഹെൽത്തി പ്രശ്നങ്ങൾ പല ആളുകൾക്കും ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ എൻവിറോൺമെൻറ്റൽ പരമായിട്ടുണ്ടാകുന്ന പല കാര്യങ്ങളും നമ്മളെ ഹെൽത്തിനെ ബാധിക്കും എന്നുള്ളതാണ്. മറ്റൊരു ഡൈമെൻഷനാണ് ഫിനാൻഷ്യൽ ഡൈമെൻഷൻ. അപ്പോൾ കൃത്യമായൊരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഉള്ള വ്യക്തിക്ക് എന്ത് ചെയ്യുക, നല്ല ഹെൽത്ത് കെയർ, നല്ല ഹെൽത്തി ഫുഡ്, ന്യൂട്രീഷൻസ് കിട്ടും. അപ്പോൾ ഇതും ഹെൽത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പിന്നെ അതുപോലെ കൾച്ചറൽ ഡൈമെൻഷൻ. അപ്പോൾ നമ്മുടെ ചുറ്റുപാടുകൾ പലപ്പോഴും നമ്മുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ട് പല രീതിയിലുള്ള സ്വാധീനങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ്. നമ്മൾ കൃത്യമായിട്ട് ഈ പറഞ്ഞ ഡൈമെൻഷൻസൊക്കെ കൃത്യമായി നമുക്കുണ്ടെങ്കിലാണ് നമ്മൾ പൂർണ്ണമായി ഹെൽത്തിയായി മാറുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ഡൈമെൻഷൻസ് ഹെൽത്തുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇനി അടുത്തൊരു ചർച്ചയാണ് റൈറ്റ് ടു ഹെൽത്ത്. അപ്പോൾ ഈ WHO നമ്മൾ പറഞ്ഞതുപോലെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രയാമ്പിൾ തന്നെ അവർ കൊടുക്കുന്നൊരു കാര്യമാണ് ഈ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഓരോ ആളുകൾക്കും കൃത്യമായി അവർക്ക് കിട്ടേണ്ട ഒരു സ്റ്റാൻഡേർഡ് ഹെൽത്ത് അത് കൃത്യമായി അവർക്ക് കിട്ടുക എന്നുള്ളത് അവരുടെ മൗലികാവകാശമായിട്ടാണ് WHO അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രയാമ്പിളിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെ
എന്താ നമ്മുടെ ഹെൽത്തിനൊരു റൈറ്റ് ടു ഹെൽത്ത് കൂടി നമ്മുടെ മൗലികാവകാശമായിട്ട് കൂടി പല രാജ്യങ്ങളും അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കതൊരു അവകാശമായിട്ട് കൂടി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഈ ഹെൽത്ത് എന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ 1948 യുണൈറ്റഡ് നാഷൻസിൻ്റെ ജനറൽ അസംബ്ലിയിൽ അവർ നടത്തിയ ഒരു യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിലും അവർ കൃത്യമായിട്ട് ഹെൽത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ കാണുന്നത് പോലെ ആർട്ടിക്കിൾ 25 അവർ അത് പറയുന്നത് തന്നെ കൃത്യമായ എല്ലാ ആളുകൾക്കും അവർക്ക് മതിയായ രീതിയിലുള്ള അവരുടെ ഹെൽത്ത് ആൻഡ് വെൽബീയിങ്ങിന് വേണ്ട കാര്യങ്ങൾ സർവീസുകൾ ചെയ്തു കൊടുക്കണം. പ്രത്യേകമായ കെയർ, സ്പെഷ്യൽ കെയറുകൾ സ്ത്രീകൾക്കും അതുപോലെ കുട്ടികൾക്കൊക്കെ കൊടുക്കണം എന്നുള്ളത് അവരതിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവർ അതിൽ പറയുന്ന പ്രധാനപ്പെട്ട ആസ്പെക്ട്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, അതിൽ പറയുന്ന മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ, ഒന്ന്, എല്ലാവർക്കും, എല്ലാ ജെൻഡർ അതുപോലെ എല്ലാ ആളുകൾക്കും കൃത്യമായിട്ട് ഈ ഒരു ഹെൽത്തും മറ്റു സർവീസുകളൊക്കെ ലഭിക്കണം. അതുപോലെ അതുമായി ബന്ധപ്പെട്ട എഡ്യൂക്കേഷൻസ്, ട്രീറ്റ്മെൻറ്റ് ഇതെല്ലാവർക്കും കൃത്യമായി നൽകണം എന്നുള്ളതാണ് അവർ സൂചിപ്പിക്കുന്നത്. അതിലൊന്നും ഒരു ഡിസ്ക്രിമിനേഷനും പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ WHO മുന്നോട്ട് വെച്ച ഈ ഒരു കണ്ടീഷൻ കാരണം 115ഓളം രാജ്യങ്ങൾ കൃത്യമായി അത് അവരവരുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ഒരു റൈറ്റായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ട് പല രാജ്യങ്ങളും മുന്നോട്ട് വെച്ചു എന്നുള്ളതാണ്. ഇനി നമ്മളിപ്പോൾ WHO പോലെ തന്നെ മറ്റു പല ഓർഗനൈസേഷൻസും മറ്റു പല ഉടമ്പടികളിലും കരാറുകളിലും ഒക്കെ ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള റൈറ്റുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം ഇനി മറ്റൊന്നാണ് ഇൻ്റർനാഷണൽ ലേബർ യൂണിയൻ. അപ്പോൾ അവർ പറയുന്നത് കൃത്യമായി ആളുകൾക്ക് എന്ത് ചെയ്യണം, ഈ വർക്കിംഗ് ക്ലാസ്സിന് വർക്കിംഗ് കണ്ടീഷനിൽ കൃത്യമായി അവർക്ക് അതിന് വേണ്ട ഹെൽത്ത് കൃത്യമായി അവർക്ക് കൊടുക്കണം എന്നുള്ള കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ വർക്കുമായി ബന്ധപ്പെട്ട് കൃത്യമായി സേഫ്റ്റി ഉറപ്പുവരുത്തണം. അപ്പോൾ അവർ ഏപ്രിൽ 28 തന്നെ വേൾഡ് ഡേ ഫോർ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അറ്റ് വർക്ക് അങ്ങനെ ഒരു ദിനം തന്നെ അതുമായി ബന്ധപ്പെട്ട് ആചരിക്കുന്നുണ്ട്. അതുപോലെ മറ്റൊരു ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ, അവർ പറയുന്നത് ഇത്തരത്തിൽ ഫുഡ് സെക്യൂരിറ്റി എല്ലാ ആളുകൾക്കും കൃത്യമായി നല്ല അഗ്രി ഫുഡ് സിസ്റ്റമൊക്കെ നിലവിൽ വരുത്തണം എന്ന് പറഞ്ഞിട്ട് അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പല ഓർഗനൈസേഷൻസും പല രീതിയിലുള്ള ഹെൽത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുപോലെ ജനീവ ഉടമ്പടിയിൽ അവർ ആ കരാറിൽ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യമാണ് ഈ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുമ്പോൾ, വലിയ യുദ്ധങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അപ്പോഴൊന്നും ഈ ഹെൽത്തിനെ ഒരു നിലക്കും അവിടെ അതിനൊന്നും തടസ്സപ്പെടുത്തരുത്. അതായത് ഡോക്ടർമാർക്ക് മറ്റു മെഡിക്കൽ സ്റ്റാഫുകൾക്കൊന്നും അതിലൊരു പ്രയാസം വരാൻ പാടില്ല, എത്ര വലിയ യുദ്ധങ്ങൾ നടന്നാലും. അപ്പോൾ അവർ അത്തരത്തിലുള്ള ഒരു ആശയം മുന്നോട്ട് വെച്ചു. അതുപോലെ തന്നെ വേൾഡ് മെഡിക്കൽ അസോസിയേഷൻ ഓരോ ഈ കാര്യം തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ അങ്ങനെ മറ്റു പല സംഘടനകളും എന്ത് ചെയ്യുന്നുണ്ട്, ഈ യുനെസ്കോ പോലത്തെ മറ്റ് പല സംഘടനകളും ഇത്തരത്തിൽ റൈറ്റ് ടു ഹെൽത്തുമായി ബന്ധപ്പെട്ട് വിവിധ തരത്തിലുള്ള കരാറുകളും ഉടമ്പടികളും അവർ നിലവിൽ വരുത്തുകയും കൃത്യമായി അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു. നമ്മൾ ഈ പറഞ്ഞതുപോലെ ആർട്ടിക്കിൾ 31 ഈ UN ഡിക്ലറേഷനിൽ പറയുന്നൊരു കാര്യം ട്രഡീഷണൽ ഹെൽത്ത്, ഓരോ ആളുകൾക്കും അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഹെൽത്ത് കൃത്യമായി ഫോളോ ചെയ്യാനുള്ള അവരുടെ അവകാശം. അതുപോലെ റൈറ്റ് ടു ചൈൽഡ് ആർട്ടിക്കിൾ 24 നൽകുന്ന ഒരു അവകാശമാണ്. പിന്നെ ഡിസാബിൾഡ് ആയ ആളുകൾക്ക് വേണ്ട പ്രത്യേകമായ സ്പെഷ്യൽ കെയറുകൾ. അപ്പോൾ അങ്ങനെ റൈറ്റ് ടു ഹെൽത്തുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള കരാറുകൾ ഉടമ്പടികളൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യയിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സിലല്ല, മറിച്ച് ഡയറക്റ്റീവ് പ്രിൻസിപ്പളിലാണ് ഈ റൈറ്റ് ടു ഹെൽത്തിനെ അവർ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ഫണ്ടമെൻ്റൽ റൈറ്റിൽ റൈറ്റ് ടു ലൈഫ് ആൻഡ് വിത്ത് ഡിഗ്നിറ്റി പറയുമ്പോൾ അതിൻ്റെ കീഴിലും ഈ നമ്മുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ 2013 പറഞ്ഞ പഠനത്തിൽ പറയുന്നത് 73ഓളം ഈ UN അംഗത്വമുള്ള രാജ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ ബേസിക് റൈറ്റ് ആയിട്ട് ഈ ഹെൽത്തിനെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മറ്റ് 24ഓളം രാജ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ 27ഓളം രാജ്യങ്ങൾ ഒരുപാട് പബ്ലിക് ഹെൽത്ത് എന്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടൊരു പഠനം മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ വളരെ അറിയപ്പെട്ട ഒരുപാട് സ്വീഡൻ, നോർവേ, കാനഡ, ഫിൻലാൻഡ് പോലുള്ള ഒരുപാട് രാജ്യങ്ങൾ വളരെ മികച്ച രീതിയിലുള്ള ഹെൽത്ത് കെയർ അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ UK ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. അതായത് ഈ രാജ്യങ്ങളെ വളരെ കൃത്യമായി ഈ WHO ഈ കാര്യങ്ങൾ കൃത്യമായി പാലിച്ച് മുന്നോട്ട് പോകുന്ന രാജ്യങ്ങളാണ് എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ടൊരു ഇൻഡെക്സ് പുറത്തു വരാറുണ്ട്, അതായത് ഈ ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ അതിൽ നമുക്ക് കാണാൻ സാധിക്കും ഇന്ത്യ 101-ാം സ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഈ ഹെൽത്ത് ഇൻഡെക്സിൽ. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ ഇനി ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് ഇന്ത്യയിൽ നടപ്പിലാക്കാനുണ്ട്. ഫ്യൂച്ചറിൽ ഒരുപാട് ആക്ഷൻസുമായി ബന്ധപ്പെട്ട് വരും എന്നുള്ളത് തന്നെയാണ് നമ്മളതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഇനി അടുത്തത് റെസ്പോൺസിബിലിറ്റി ഓഫ് ഹെൽത്ത് ആണ്. ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഓഫ് ഹെൽത്ത് ആണ് അടുത്ത ഭാഗം.
അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ പോലെ ഈ ഹെൽത്ത് എന്നുള്ളത് ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേകമായ ഓർഗനൈസേഷൻസോ മാത്രം നിലകൊള്ളുന്നതല്ല. എല്ലാവരും കൂടി ചെയ്യേണ്ട ഒരു കൂട്ടുത്തരവാദിത്തമാണ് ഈ ഹെൽത്ത് എന്നുള്ളത്. അപ്പോൾ കൃത്യമായും എന്ത് ചെയ്യണം, നമ്മുടെ ലൈഫ് സ്റ്റൈലുകളിൽ ഒക്കെ കൃത്യമായ മാറ്റം വരണം. ഇപ്പം നമ്മൾ മറ്റു ഉപയോഗങ്ങളിൽ ആൽക്കഹോൾ, ടുബാക്കോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായ നിയന്ത്രണങ്ങൾ വരുത്തുമ്പോൾ മാത്രമാണ് ഈ ഹെൽത്ത് കൃത്യമായി നമുക്ക് എല്ലാവരിലേക്കും ഇതിൻ്റെ കൃത്യമായ കാര്യങ്ങൾ എത്തിക്കാൻ സാധിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ആൽക്കഹോൾ അതൊക്കെ നമ്മൾ സ്വയം നിയന്ത്രിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി സ്റ്റേറ്റിൻ്റെ കീഴിലുണ്ട്. ഉദാഹരണത്തിന് മാൽന്യൂട്രീഷനൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ സ്റ്റേറ്റ് വളരെ കൃത്യമായിട്ട് അതിൽ ഒരു നിയന്ത്രണം റെസ്പോൺസിബിലിറ്റി ഉള്ള കാര്യങ്ങളാണ്. നമ്മൾ ഇൻ്റർനാഷണൽ റെസ്പോൺസിബിലിറ്റി പറയുകയാണെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തം നമ്മൾ പറഞ്ഞ പോലെ WHO ആണ് അതിൻ്റെ നിയന്ത്രണം. അതുപോലെ യൂണിസെഫ്, മറ്റു ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഇവരൊക്കെ ഇതിനെ കോർഡിനേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വികസിത രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, മറ്റു ഡെവലപ്പിംഗ് കൺട്രീസിന് വേണ്ട സഹായങ്ങൾ കൃത്യമായി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവർക്കിടയിൽ പരസ്പരം ഒരുപാട് എക്സ്ചേഞ്ചുകൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്, ഡെവലപ്ഡ് കൺട്രീസും ഡെവലപ്പിംഗ് കൺട്രീസും. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കോവിഡ് വാക്സിൻ, അപ്പോൾ അതിൻ്റെ ആ കാര്യത്തിലൊക്കെ ഒരുപാട് സഹകരണങ്ങൾ WHO മറ്റു ആഗോളതലത്തിൽ ഉള്ള മറ്റു രാജ്യങ്ങളൊക്കെ നടത്തിയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതായത് ഡെവലപ്ഡായ കൺട്രീസ് അവരെന്ത് ചെയ്യുന്നു, ഡെവലപ്പിംഗ് കൺട്രീസിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ്. ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഒരു ഇഷ്യൂ വരികയാണെങ്കിൽ നമുക്കറിയാം വളരെ കുറഞ്ഞ രാജ്യങ്ങളാണ് അതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. ഗ്ലോബൽ വാർമിങ്ങിൻ്റെ കാര്യത്തിൽ ഡെവലപ്ഡായ വലിയ രാജ്യങ്ങളാണ്, കുറഞ്ഞ രാജ്യങ്ങൾ മാത്രമാണ് ആ കരാറിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി മുന്നോട്ട് വരുന്ന ഒരു ഉത്തരവാദിത്തമുള്ള രാജ്യങ്ങൾ. അപ്പോൾ അവരെന്ത് ചെയ്യണം, മറ്റു ഡെവലപ്പിംഗ് ആയ കൺട്രീസിന് കൃത്യമായ സഹായങ്ങൾ നൽകിയിട്ട് അല്ലെങ്കിൽ അവരുടെ ഹെൽത്തിന് വേണ്ട, പബ്ലിക് ഹെൽത്തിനും ഗ്ലോബൽ ഹെൽത്തിനും വേണ്ട കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് ഇന്ത്യയിൽ നിന്ന് തന്നെ കേരളത്തിൽ നിന്ന് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, വർഷവും സ്കോട്ട്ലാൻഡിലേക്ക് കൃത്യമായി ഒരു എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട് ആരോഗ്യ മേഖലയിൽ. അപ്പോൾ അങ്ങനെ ഡെവലപ്ഡ് കൺട്രീസും ഡെവലപ്പിംഗ് കൺട്രീസും തമ്മിലുള്ള ഒരു വലിയ റെസ്പോൺസിബിലിറ്റീസ് അവർ തമ്മിലുള്ള കൃത്യമായ ഒരു കണക്ഷൻ ഇതിൻ്റെ കീഴിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ആഗോളതലത്തിലുള്ള ഒരുപാട് ഈ ഇടപെടലുകൾ മൂലം നമുക്ക് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഈ മേഖലയിൽ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി സ്റ്റേറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന കാര്യമാണ് നമ്മൾ ഇവിടെ ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. അതായത് കൃത്യമായി ചൈൽഡ്ഹുഡ്, യൂത്ത് അവരൊക്കെ ഒരുപാട് എക്സ്പ്ലോയിറ്റേഷൻ നടക്കും. അപ്പോൾ അതിനൊക്കെ അവരെ കൃത്യമായി തടയണം. അവർക്കൊന്നും എക്സ്പ്ലോയിറ്റേഷന് അവരൊന്നും ബാധിക്കാൻ പാടില്ല. അതുപോലെ തന്നെ കൃത്യമായ എഫിഷ്യൻസി ഡെവലപ്മെൻറ്റൊക്കെ ഈ മേഖലയിൽ വേണം. എഡ്യൂക്കേഷൻ, അതുപോലെ ന്യൂട്രീഷൻസ് കൃത്യമായി ലഭിക്കണം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, പബ്ലിക് ഹെൽത്ത് കാര്യങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അതൊരു സ്റ്റേറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഈ പറയുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പളിലാണ് ഈ കാര്യങ്ങളൊക്കെ അതിൻ്റെ റൈറ്റ് കൃത്യമായി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി അടുത്തത് പറയുന്നത് നമ്മൾ WHO ഈ കാര്യം പറഞ്ഞല്ലോ, അവർ മുന്നോട്ട് വെച്ച ഈ ഒരു ഡിക്ലറേഷൻ. അപ്പോൾ അതിൽ 3 കാര്യങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്, പ്രധാനപ്പെട്ട 3 ഒബ്ലിഗേഷൻസ്, നമ്മുടെ കൃത്യമായി ചെയ്യേണ്ട ബാധ്യതകൾ. ഒന്നാമത്തത് ഒബ്ലിഗേഷൻ ടു റെസ്പെക്റ്റ് ആണ്. അതായത് ഒരു സ്റ്റേറ്റ് എന്ത് ചെയ്യണം, ഒരു മെഡിക്കൽ പരമായിട്ടുള്ള ഒരു സർവീസുകളും ഒരു നിലക്കും ലിമിറ്റ് ചെയ്യാൻ പാടില്ല. എല്ലാ ആളുകൾക്കും അവർക്ക് അത്യാവശ്യമായ രീതിയിലുള്ള സർവീസ് കൃത്യമായി സ്റ്റേറ്റ് കൊടുക്കണം എന്നുള്ളതാണ്. ഇതിനൊന്നാണ് ഒബ്ലിഗേഷൻ ടു പ്രൊട്ടക്റ്റ്. അതായത് ഇതിൽ വേറൊരു തേർഡ് പാർട്ടീസ് ഇതിൽ ഇടപെടാൻ പാടില്ല ഈ സ്റ്റേറ്റിൻ്റെ കീഴിലുള്ള ഈ ഹെൽത്തിൽ. അപ്പോൾ അവർ കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പ്രൈവറ്റൈസ് ചെയ്യണം. മറ്റു കാര്യങ്ങൾ കൃത്യമായി മെഡിക്കൽ മേഖലയിലുള്ള അതിൻ്റെ ലൈസൻസ് കാര്യങ്ങളൊക്കെ സ്റ്റേറ്റ് കൃത്യമായി ചെയ്യണം, അത് പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഒരു ഒബ്ലിഗേഷൻ ടു ഫുൾഫിൽ. അതായത് ഇതുമായി ബന്ധപ്പെട്ട മറ്റു ലെജിസ്ലേഷൻ നിയമങ്ങളും മറ്റു ബഡ്ജറ്റ്, ജുഡീഷ്യനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ കൃത്യമായി സ്റ്റേറ്റ് നിർവഹിച്ചു കൊടുക്കണം. ഇതിൻ്റെ പ്ലാനുകൾ, മറ്റു പദ്ധതികളൊക്കെ സ്റ്റേറ്റിൻ്റെ കീഴിൽ നടപ്പിലാക്കണം എന്നുള്ളതാണ് അതിൽ പറയുന്നത്. അപ്പം അതുപോലെ തന്നെ അതിൻ്റെ WHO ഡിക്ലറേഷന് പറയുന്ന കാര്യങ്ങളാണ് കൃത്യമായി ഇവരെന്ത് ചെയ്യും, മോണിറ്റർ ചെയ്യും. ഓരോ രാജ്യങ്ങളിലുള്ള കൃത്യമായി ഇവിടുത്തെ മെഡിക്കൽ മേഖലയെ കൃത്യമായി മോണിറ്റർ ചെയ്യും. ഇതിൻ്റെ കാര്യങ്ങൾ കൃത്യമായി പരിശോധിച്ച് എന്ത് ചെയ്യും, അവർ ഇതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ റീജിയണൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും ഒക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായി ഇവർ ചെക്ക് ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ കീഴിൽ WHO മുന്നോട്ട് പറയുന്നത്. അപ്പോൾ അടുത്തൊന്നാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഇൻ്റർനാഷണൽ റെസ്പോൺസിബിലിറ്റി പറഞ്ഞു. അതുപോലെ നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് കമ്മ്യൂണിറ്റി റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ കമ്മ്യൂണിറ്റി റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ കൃത്യമായി എന്ത് ചെയ്യുക, നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ പരസ്പരം എന്ത് ചെയ്യുക, ഇതുമായി ബന്ധപ്പെട്ട് ഹെൽത്തുമായി ബന്ധപ്പെട്ട കൃത്യമായ നിർദ്ദേശങ്ങൾ കൈമാറുക. അപ്പോൾ
എന്താണ് 3 രീതികളാണ് നമുക്കതിൽ സ്വീകരിക്കാൻ സാധിക്കുക. ഒന്ന് എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചർ കൃത്യമായി സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക, മറ്റു ഉപകരണങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട പ്ലാനിങ്, മറ്റു കൃത്യമായ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ നമ്മുടെ ചുറ്റുഭാഗങ്ങളിലുള്ള എന്താണ് കൃത്യമായി ശുചിത്വം പാലിക്കുക. നമ്മുടെ ചുറ്റുഭാഗങ്ങളിൽ നമ്മൾ കൃത്യമായി ശുചിത്വം പാലിക്കുക. അതുപോലെ ഇനി ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യയിൽ മൺസൂൺ കാലഘട്ടത്തിൽ മഴക്കാല രോഗങ്ങളെ നമുക്കറിയാമല്ലോ. അപ്പോൾ ആ കാര്യങ്ങൾക്ക് വേണ്ടി കൃത്യമായുള്ള മുൻകരുതലുകൾ സ്വീകരിക്കുക, അതിന് വേണ്ട നിർദ്ദേശങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുക. അങ്ങനെയുള്ള ഒരു വലിയ കമ്മ്യൂണിറ്റി ലീഡേഴ്സ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ നോക്കുകയാണെങ്കിൽ വ്യത്യസ്ത ഒരുപാട് വില്ലേജുകളും മറ്റു കേസ്റ്റ് ക്ലാസ് അങ്ങനെ പല രീതിയിലുള്ള ആളുകളായിരിക്കും. അപ്പോൾ അവിടെയൊക്കെയുള്ള കമ്മ്യൂണിറ്റി ലീഡേഴ്സ് എന്ത് ചെയ്യണം, ഒരുപാട് ഈ ഒരു ഹെൽത്തിൻ്റെ വിഷയത്തിൽ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ആശാ വർക്കേഴ്സ് വളരെ പ്രധാനപ്പെട്ട ഒരു നമ്മുടെ ഒരു സന്നദ്ധ സംഘടനയായിരുന്നു ആശാ വർക്കേഴ്സ്. ഇപ്പോൾ പ്രവർത്തിക്കുന്ന സംഘടനയാണ്. അപ്പോൾ അവർ വലിയ രീതിയിലുള്ള എന്താണ് കമ്മ്യൂണിറ്റി വർക്കുകൾ ഈ ഹെൽത്തുമായി ബന്ധപ്പെട്ട് അവർ ചെയ്യാറുണ്ട്. ഇപ്പോൾ കോവിഡ്-19 സമയത്തൊക്കെ അവർ വലിയ രീതിയിലുള്ള സേവനങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ മറ്റൊരു സംഭവമാണ് ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ഈ കമ്മ്യൂണിറ്റിയും ഇൻ്റർനാഷണൽ തലത്തിൽ ഈ സംഘടനകളൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. അതോടുകൂടി ഓരോ വ്യക്തിയും എന്ത് ചെയ്യണം, ഈ രോഗങ്ങൾ അല്ലെങ്കിൽ വലിയ മാരക രോഗങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ തടയാനുള്ള കാര്യങ്ങൾ സ്വയം നമ്മൾ ചെയ്യണം. നമ്മൾ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആൽക്കഹോൾ ഒഴിവാക്കുക, മറ്റു ലഹരി ഇതൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾക്കുള്ള എന്താണ് നമ്മൾ സ്വയം എന്ത് ചെയ്യണം, ഓരോ വ്യക്തിയും ഈ സമൂഹത്തിൽ കൃത്യമായി ഹെൽത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ വെസ്റ്റേൺ കൺട്രീസിൽ അവരെന്ത് ചെയ്തു, അവിടെ ഒരു പ്രശ്നം വന്നപ്പോൾ വാക്സിനുമായി ബന്ധപ്പെട്ട് കൃത്യമായി വാക്സിൻ എല്ലാവരും ഉപയോഗിക്കണം എന്നൊരു നിയമം വന്നപ്പോൾ അവർ കൃത്യമായി അതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്ത് അവർ ഓരോ വ്യക്തികളും കൃത്യമായി ഇത് പ്രൊട്ടസ്റ്റ് ചെയ്ത് കമ്മ്യൂണിറ്റിക്കിടയിലേക്ക് ആ പ്രശ്നത്തെ എത്തിച്ചവർ കൃത്യമായി അതിന് പരിഹാരം കണ്ടെത്തി എന്നുള്ളതാണ്. അപ്പോൾ ഓരോ വ്യക്തികളും എന്ത് ചെയ്യണം, കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട ഹെൽത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവെയർ ആയിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്, ഇപ്പോൾ നമുക്ക് ആധുനികപരമായിട്ട് ഒരുപാട് ഉപകരണങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് എത്തിക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഓക്സിജൻ ചെക്ക് ചെയ്യാനും മറ്റു മെഡിക്കൽ ഉപകരണങ്ങൾ വീട്ടിൽ തന്നെ നമുക്ക് അവൈലബിൾ ആക്കാനുള്ള അവസരങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളങ്ങനെ ചെയ്തിട്ട് നമ്മൾ സ്വയമേ നമ്മുടെ കാര്യങ്ങളെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. നമ്മളത് ടെസ്റ്റ് ചെയ്യുക, ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. മറ്റൊരു മുന്നോട്ട് വെക്കുന്ന 2 ഡൈമെൻഷൻസാണ്. നമ്മൾ നിലവിൽ എന്ത് ചെയ്യുക, നമ്മൾ കൃത്യമായി നമ്മുടെ ആരോഗ്യത്തെ നിയന്ത്രിക്കുക. അതായത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ നമ്മളെ നമുക്ക് കൃത്യമായി സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്ന ആളുകൾ നമ്മൾ കൃത്യമായി നമ്മളെ കാര്യങ്ങളെ നിയന്ത്രിച്ച് കഴിഞ്ഞാൽ ഈ മറ്റുള്ള എന്താണ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ എന്ത് ചെയ്താൽ മതി, ഇതിന് സാധിക്കാത്ത ആളുകൾ അവർക്ക് കെയർ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ സ്വയം നമ്മളെ നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ തന്നെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. മറ്റൊന്നാണ് കൃത്യമായി പേരൻസിനും അതുപോലെ അവരെന്ത് ചെയ്യുക, കൃത്യമായി കാരണം പേരൻസ് അവരുടെ ചൈൽഡിന് വേണ്ട കൃത്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് വാക്സിനേഷനും മറ്റു കാര്യങ്ങളൊക്കെ ഉറപ്പ് വരുത്തുക എന്നുള്ളൊരു ഉത്തരവാദിത്തം അവരുടെ മേലുണ്ട്, പേരൻസിൻ്റെ മേലുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ഒരുപാട് എന്താണ് ഒരുപാട് കമ്മീഷനുകളും മറ്റു യൂണിയൻസും ഒക്കെ പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും കൂടി ചേർന്നിട്ട് ഉള്ള ഒരു വലിയ ഉത്തരവാദിത്തമാണ്, റെസ്പോൺസിബിലിറ്റിയാണ് നമ്മുടെ ഹെൽത്ത് എന്നുള്ളത്. ഇനി അടുത്തൊരു അവസാനത്തെ നമ്മുടെ പാഠത്തിലുള്ള ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഹെൽത്ത് കെയർ. അതായത് ഈ ഹെൽത്ത് കെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് എല്ലാം ഉൾക്കൊള്ളുന്ന നമ്മുടെ ഈ മെഡിക്കൽ സർവീസുകളും ഈ കമ്മ്യൂണിറ്റിയും മറ്റു ഇൻഡിവിജ്വൽസും ഇവരൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു വലിയ സംരംഭമാണ് ഈ ഹെൽത്ത് കെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇതിൻ്റെ ഹെൽത്ത് കെയർ സിസ്റ്റങ്ങൾ. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഈ പറയപ്പെട്ട എല്ലാ കാര്യങ്ങളും കൂടി ഉൾക്കൊള്ളുന്ന ഒരു സിസ്റ്റമാണ് ഹെൽത്ത് കെയർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ. ഈ സ്റ്റാഫും നമ്മുടെ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസും മറ്റു ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ ഉൾക്കൊള്ളുന്നതാണ് ഹെൽത്ത് കെയർ സിസ്റ്റം. അപ്പോൾ ഇതിൽ എന്താണ് ഈ ഹെൽത്ത് കെയർ സിസ്റ്റം മുന്നോട്ട് നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് ഇപ്പോൾ നമ്മളെ ക്ലിനിക്കുകൾ, മറ്റു ഹോസ്പിറ്റൽസ്, മറ്റു വലിയ എന്താണ് മൾട്ടി ഹോസ്പിറ്റൽസ് ഇവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ എന്താ, കൃത്യമായി സർവീസുകൾ ചെയ്യും, നമുക്ക് വേണ്ട ഇൻഫർമേഷൻസ് അവർ നൽകും, അതുപോലെ മറ്റു നമുക്ക് മെഡിസിൻസ് നൽകും. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ആധുനിക കാലഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് മെഡിക്കൽ ഇൻഷുറൻസിൻ്റെ കമ്പനീസ്, പിന്നെ മെഡിക്കൽ ലോണുകൾ, അങ്ങനെയുള്ള സർവീസുകളൊക്കെ ഈ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ നിന്നാണ് നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ്. ഇനി ഫങ്ഷൻസ് ഓഫ് ഹെൽത്ത് കെയർ സിസ്റ്റം നമ്മൾ പറഞ്ഞതുപോലെ കൃത്യമായി നമുക്ക് എന്ത് ചെയ്യും, ഈ ഹെൽത്ത് കെയർ അതായത് നമ്മൾ ഈ പറഞ്ഞതുപോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് ചെയ്തു തരുന്ന സേവനങ്ങൾ എന്തൊക്കെയാണ്, നമുക്ക് കൃത്യമായി നമ്മുടെ രോഗങ്ങളെ ചികിത്സിക്കാൻ സാധിക്കും. അതുപോലെ ശുദ്ധജലങ്ങൾ, അതുപോലെ നമുക്ക് ന്യൂട്രീഷൻസ് ലഭിക്കാൻ, അതുപോലെ മെഡിക്കൽ മേഖലയിലുള്ള പുതിയ റിസർച്ച് പഠനങ്ങൾ, മറ്റൊരുപാട്
ക്യാമ്പുകൾ ഇവർക്ക് കീഴിൽ ഒരുപാട് ക്യാമ്പുകൾ വരും ഹെൽത്ത് കെയർ സിസ്റ്റത്തിന് രീതിയിൽ. അതുപോലെ മറ്റു ഹെൽത്ത് മേഖലയിലുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു തരും എന്നുള്ളതാണ് ഹെൽത്ത് കെയർ സിസ്റ്റം. ഇനി ഇതിൻ്റെ ഒരു അവസാനം നമ്മുടെ പാഠഭാഗത്തിൽ അവസാനത്തെ ഒരു സാധനമാണ് ഈ ഹെൽത്ത് കെയറിൻ്റെ ലെവൽ. 4 ലെവലുകളാണ് ഉണ്ടാവുക. ഒന്നാമത്തത് പ്രൈമറി ഹെൽത്ത് കെയർ സിസ്റ്റം. അതായത് ഒന്നാമത്തെ നമ്മൾ സിമ്പിളായി മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രൈമറി ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും ബേസിക്കായ സംഭവം. അതായത് നമ്മൾ ഒരു ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം ഹെൽത്തിൻ്റെ മേഖലയിൽ നമ്മളെ ബേസിക്കായ ഒരു സംഭവമാണ് പ്രൈമറി ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞാൽ. ഉദാഹരണത്തിന് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ക്ലിനിക്ക്, നമ്മുടെ ഏറ്റവും അടുത്തുള്ള ഒരു ക്ലിനിക്കിലേക്കാണ് നമ്മൾ രോഗം ഉണ്ടായാൽ ഏറ്റവും ആദ്യം പോവുക. അപ്പോൾ അതൊക്കെ ഈ പ്രൈമറി ഹെൽത്ത് കെയറിലാണ് ഉൾക്കൊള്ളുക. നമ്മൾ പെട്ടെന്ന് ചെയ്യുന്ന കാര്യങ്ങൾ. നമ്മൾ എന്ത് ചെയ്യുക, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന നമ്മൾ ചെയ്യാൻ സാധിക്കും നമുക്കുള്ള കാര്യങ്ങൾ. അതുപോലെ നമ്മളെ ക്ലിനിക്കിലേക്ക് പോകും, മറ്റും നമ്മുടെ പ്രാഥമികമായ അതിനുള്ള ശുശ്രൂഷകൾ നമ്മൾ ചെയ്യും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ പ്രൈമറി ഹെൽത്ത് കെയറിലാണ് പെടുക. ഇത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഒന്നാണ് ഈ സെക്കൻഡറി കെയർ ലെവൽ. അപ്പോൾ സെക്കൻഡറിയിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും, നമ്മളെ ഈ പ്രൈമറി ഹെൽത്ത് കെയറിൽ നമുക്ക് പ്രാഥമികമായി നമ്മൾ ചികിത്സ നൽകാൻ കഴിയാത്ത കുറച്ചുകൂടി കൂടിയ രോഗങ്ങളുണ്ടാവും, വലിയ ചികിത്സ വേണ്ട ആവശ്യങ്ങൾ. അപ്പോൾ അതാണ് സെക്കൻഡറി കെയറിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ക്ലിനിക്കൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മുടെ ഒരു ജില്ലാ ഹോസ്പിറ്റലുകളിലേക്കോ മറ്റു പുറത്തുള്ള ആളുകളിലേക്കോ എന്താണ് നമ്മൾ മറ്റു നാഷണൽ ലെവലിലുള്ള നമ്മുടെ ഹോസ്പിറ്റലിലേക്കൊക്കെ നമ്മൾ പോകും. അപ്പോൾ അതാണ് സെക്കൻഡറി ലെവൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവിടെ കൃത്യമായിട്ട് നമുക്ക് ഓരോന്നിനും സ്പെഷ്യലൈസ്ഡ് ആയ ഡോക്ടർമാരുണ്ടാവും. അതിന് വേണ്ട കൃത്യമായ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള മരുന്നുകളൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ് ഈ സെക്കൻഡറി കെയറിൽ വരിക. ഇനി ഒന്ന് നമ്മുടെ കൂടി കഴിഞ്ഞാൽ ടെർഷറി കെയർ ലെവലിൽ വരുന്നത് എന്താ വെച്ചാൽ നമ്മൾ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഹൈലി ഒന്നും കൂടി നമുക്ക് വലിയ അതൊക്കെ ഒന്നുകൂടി ഒരു പടിപടിയായിട്ടൊക്കെ ഒന്നുകൂടി നമുക്ക് വലിയ രോഗങ്ങൾ വരുമ്പോൾ നമ്മൾ ചികിത്സിക്കാൻ പോവുക. പിന്നെ ഒരുപാട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെൻറ്ററിലേക്ക് നാഷണൽ ലെവലിലുള്ള ഹോസ്പിറ്റലുകളിലേക്ക് പോകും. അപ്പോൾ അതൊക്കെ നമ്മളെ രോഗത്തിൻ്റെയും അതുപോലെ നമ്മുടെ നമ്മുടെ മെഡിക്കൽ നമ്മളെ മെഡിസിൻസിൻ്റെയൊക്കെ ഒരു അവൈലബിലിറ്റി നോക്കിയിട്ടായിരിക്കും നമ്മൾ ഈ ഒരു ഓരോ ലെവലുകളും തിരഞ്ഞെടുക്കുക. ഇനി അവസാനമായിട്ടുള്ള ഒന്നാണ് ക്വാട്ടർണറി സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. അതൊന്നും കൂടി നമുക്ക് ഹൈ ലെവലിലുള്ള വലിയ നമുക്കിടെ രാജ്യാന്തര തലത്തിൽ നമുക്ക് ചികിത്സിക്കാൻ കഴിയാത്ത രോഗങ്ങളെ നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ അന്താരാഷ്ട്ര തലത്തിലുള്ള പുറത്തുള്ള രാജ്യങ്ങളിലേക്ക് നമ്മൾ ചികിത്സയ്ക്ക് വേണ്ടി പോകും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുക. അപ്പോൾ അത്തരത്തിൽ 4 ലെവലുകൾ ഇതിലുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഈ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ പാഠഭാഗത്തിൽ ചർച്ച ചെയ്തത്. പ്രധാനമായിട്ടും പറഞ്ഞതുപോലെ WHO കുറിച്ച് പറഞ്ഞു, പിന്നെ ഹെൽത്തിന് ഡൈമെൻഷൻസ് പറഞ്ഞു, റെസ്പോൺസിബിലിറ്റി, പിന്നെ നമ്മൾ അവസാനം പറഞ്ഞ ഹെൽത്ത് കെയർ, ഈ കാര്യങ്ങളൊക്കെയാണ് ഈ പാഠഭാഗത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്.